മോർണിംഗ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ബാംഗ്ലൂരിൽ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടുമല്ല, ലാൽബാഗിലേക്കാണ്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കയറുന്നതിന് മുന്നേ ടിക്കറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു. പിന്നെ വലിയ ബാഗ് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പുറത്ത് സേഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ലാൽബാഗിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി ഇവിടുത്തെ ബാംഗ്ലൂർ. സ്വാമി അവിടെ ചെന്നപ്പോൾ തൊട്ട് ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിയിലും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാനും മാമിയും പരസ്പരം മത്സരിച്ച് വീഡിയോസ് എടുക്കാൻ കേട്ടോ. മാമീൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് തുരുതുരാ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും മാമിയും വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലാണെങ്കിൽ അമ്മയും അച്ഛനും ചിഞ്ചു സ്ഥലങ്ങൾ കാണുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അവർ മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. നമ്മളിവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെയാണ് കേട്ടോ പോണത്. തകൃതമായ ഫോട്ടോഷൂട്ടിലാണല്ലോ. അതാ നമ്മൾ ഗ്ലാസ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, അതേപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു. മാമി നമ്മളവിടെ എത്തിയ ടൈമിൽ അന്ന് മാംഗോ ആൻഡ് ജാക്ക് ഫ്രൂട്ട് മേള എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് മാംഗോസ് അവിടെ ഉണ്ടായിരുന്നു. പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മാംഗോസ്, പല പേരിലുള്ള മാംഗോസ്, പല വെറൈറ്റി ടേസ്റ്റിലുള്ള മാംഗോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ അമ്മയും അച്ഛനും ഹണിമൂണിനായിട്ട് ഇങ്ങോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് അവർ ഫോട്ടോ എടുത്തിരുന്നത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ അതിഗംഭീരമായി എടുത്തിട്ടുണ്ട്.
പക്ഷെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ഫോട്ടോ നോക്കുമ്പോൾ അത് കാണാനില്ല. അത് എവിടെയെന്ന് അറിയില്ല, ഏതൊരു ആൽബത്തിലുണ്ട്. ഇനി കിട്ടുമ്പോൾ എന്തായാലും അത് പോസ്റ്റ് ചെയ്യണതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം മേടിച്ചു തന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ടാണ് ഇനി അടുത്ത യാത്ര. മെല്ലടാ ചേച്ചി കുടുങ്ങി. വാ വരെ ഇറങ്ങാൻ പറ്റില്ല അവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പൊ അതിമേലൊക്കെ കയറി ഇരുന്ന് അശ്വതീന്റെ കുട്ടിക്കുറുമ്പാണ് ഇതൊക്കെ കാണുന്നത്. നമ്മൾ അവിടെ ഒരു ഉച്ച വരെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.